നമസ്കാരം. നമ്മൾ വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെയായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഒത്തിരി ആളുകളായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വുമനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ട്, അപ്പോൾ അതിൽ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച March 1 തുടങ്ങിയിട്ട് March 8 വരെ ഇങ്ങനെ ഒരു 8ഓളം ആളുകളെ ഞാൻ അപ്രോച്ച് ചെയ്തു, നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തിയാലോ എന്ന്. അപ്പോൾ എന്നോട് ഇവരൊക്കെ വളരെ കൈൻഡായിട്ട് പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് നിഷ വിജയൻ. നിഷ ചേച്ചിയായിട്ട് ഞാൻ ഫാമിലിയായിട്ട്, രാജേഷ് ഏട്ടനും നിഷ ചേച്ചിയായിട്ട് 5 കൊല്ലത്തിന് മേലായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ ഗ്രോത്ത്. ഞാൻ വളരെ റെസ്പെക്റ്റോടെ അവരുടെ ജേണിയും ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ജേണി നമ്മുടെ ഓഡിയൻസിന് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിശ്ചയിച്ചൊരു പ്രൊഫൈൽ പറയുന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്നു, ബാംഗ്ലൂർ ഇപ്പോൾ സെറ്റിലാണ്, ഒരു അമേരിക്കൻ ബേസ്ഡ് MNCയിൽ വർക്ക് ചെയ്യുന്നു. അതിനു മുന്നേ ഇൻഫോസിസിൽ 15 വർഷത്തോളം ഉണ്ടായിരുന്നു, ഫെസിലിറ്റി ഓപ്പറേഷൻ സീനിയർ മാനേജറായിട്ട്. GEയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് UBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു MNC ബേസ്ഡ് കമ്പനിയിൽ ഒരു സീനിയർ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ മാത്രമല്ല ഏഷ്യൻ റീജിയനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനിയർ പൊസിഷനിൽ എത്തിയതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, അതേപോലെ എങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ചിരി തന്നെ ചോദിച്ചറിയണമെങ്കിൽ ഈ പൊസിഷനിൽ എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതാണ് ഞാൻ ഈ ഒരു റിക്വസ്റ്റ് നിശ്ചയിച്ചിനോട് ചോദിച്ചതും വിളിച്ചതും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ സെഷന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്. അപ്പോൾ വെൽക്കം. Thank you, Nikhil, and thank you so much for choosing me to be part of this interview. I'm very much grateful, and I feel grateful about the opportunity that you've given me. Where എനിക്ക് വന്നിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ എൻ്റെ ലൈഫ് ജേർണി എങ്ങനെയായിരുന്നു, എൻ്റെ കരിയർ പാത്ത് എങ്ങനെ ഞാൻ ഗ്രോ ചെയ്തു, അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഷെയർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നതിൽ വളരെ നന്ദി. ഓക്കെ, വളരെ സന്തോഷം ഈ സമയം എടുത്തതിന്. അപ്പോൾ ഇപ്പോൾ ഓഫീസിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്വിക്ക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ, ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഓഡിയൻസിന് നിശ്ചയിച്ചുള്ള വ്യക്തിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും, ഒരു ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് അവിടെ പിന്നെ ചോദിക്കാം. സോ ചെറിയൊരു കറക്ഷൻ ഉണ്ട് നിഖിൽ പറഞ്ഞില്ല. അപ്പൊ ഇരിഞ്ഞാലക്കുടയെന്നല്ല ഞാന്. സോ ഹസ്ബൻഡ് ആണ് ഇരിഞ്ഞാലക്കുടയെന്ന്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അമ്മ ജോലി ചെയ്യുന്ന കാരണം അമ്മൂമ്മയാണ് എന്നെ എൻ്റെ ബ്രദറിനെയും വളർത്തിയത് ഇൻ ദ യങ് ഏജ്. അമ്മൂമ്മയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അമ്മൂമ്മ വാസ് ഓൾസോ വെരി സ്ട്രോങ് വിമൻ ബിക്കോസ് ഷീ വാസ് എ സിംഗിൾ പേരന്റ്. അപ്പം അമ്മൂമ്മ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ലൈഫിൽ നേരിട്ട ഒരാളാണ്. അപ്പം എപ്പോഴും എന്നോട് പറയാറുണ്ട്, പെൺകുട്ടികളായാലും നന്നായിട്ട് പഠിക്കണം, ജോലി ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം, ആരുടെയും മുകളിൽ നമ്മളെ ആശ്രയിക്കരുത് എന്ന്. സോ അത് ഫ്രം എ വെരി യങ് ഏജ് ഷീ ഹാസ് സീഡഡ് ദാറ്റ് ഇൻ മീ. അപ്പോ ആ ഒരു ഇത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, എന്റെ ചെറുപ്പം മുതൽക്കേ എനിക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ വന്നിട്ട് 41 years ഷീ വർക്ക്ഡ്. സോ 41 years സർവീസ് ചെയ്തിട്ട് റിട്ടയർഡ് ആയ ആളാണ്. അപ്പൊ അമ്മയെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വളർന്ന് കണ്ടത് വെച്ചാൽ, അമ്മ വാസ് ഓൾവേസ് സിക്ക്. ഹെൽത്ത് വാസ് നോട്ട് സോ ഗുഡ്. She was a chronic asthma patient and multiple other health issues ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം ഉണ്ടായിട്ടും കൂടി അമ്മ സ്റ്റിൽ വർക്ക്ഡ്. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഷീ കുഡ് ഹാവ് ഗിവൺ അപ്പ് ഹർ കരിയർ. VRS സ്കീംസ് പലപ്പോഴും വന്നിരുന്നു. അത് ഷീ കുഡ് ഹാവ് ഡൺ ദാറ്റ്, ബട്ട് ഷീ പെർസ്യൂഡ് ഹർ കരിയർ. And I have seen her as a very strong woman. Even today, I see her as a strong woman. She's around 75. Ippuzhum pullikari, she's very good financer in the family. And plus, So, and plus she travels a lot in this age also. Independent ആയിട്ട് she has her own friends group. അപ്പം പുള്ളിക്കാരി അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ലൈക്ക് I've seen 2 strong women in front of me. അപ്പം that has inspired me a lot. But
അതിന്റെ ഒരു സോഫ്റ്റ്വെയർ വേർഷൻ പറയണമെങ്കിൽ ഐ ഓൾസോ മിസ് മൈ മദർ ഇൻ മൈ യങ് ഏജ്, ബിക്കോസ് അമ്മ ജോലി ചെയ്യുന്നു, അപ്പൊ അമ്മൂമ്മയാണ് നോക്കിയത് കൂടുതലും. അപ്പൊ ആ കാലത്തൊന്നും അമ്മമാരൊന്നും അധികം ജോലി, യു ഗോട്ട് വെരി ലെസ് വർക്കിംഗ് വിമൻ, റൈറ്റ്? അപ്പം ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്നു, അവര് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ അവര് ഉണ്ട് നോക്കാനായിട്ട്, പക്ഷെ നമ്മുടെ അമ്മ ഇല്ല. അപ്പൊ ദാറ്റ് വാസ് എ മിസ്സിംഗ് പാർട്ട് ഇൻ മീ. ആൻഡ് ഓൾവേസ് ഐ യൂസ് ടു തിങ്ക്, ഓക്കെ, let me let me not do this in my life. എൻ്റെ കുട്ടികൾക്ക് എനഫ് ടൈം കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. ബട്ട് ഐ സോ ദാറ്റ് അമ്മ ജോലി ചെയ്താൽ നമുക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടായി. അവർ ഫ്യൂച്ചർ വാസ് മച്ച് മോർ സ്റ്റേബിൾ. അപ്പം ആ ഒരു ഇത് കാരണം ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് വർക്ക്. ബട്ട് ഹൗ ഐ ബാലൻസ് ഇറ്റ് ഇസ് വാട്ട് I had to figure out, because I definitely wanted to give time to my children. Plus, എൻ്റെ കരിയർ ആംബിഷനും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. അപ്പം ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി വിത്ത് ഇൻഫോസിസ്. അവിടെ നിന്നാണ് എൻ്റെ ജേർണി. അതിന് മുന്നിൽ ഒരു ഷോർട്ട് ടൈം ഐ വാസ് വർക്കിംഗ് ഫോർ എ IT കമ്പനി. അതൊരു കൺസൾട്ടന്റ്. അവിടെ നിന്ന് ഞാൻ ഇൻഫോസിസിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഞാൻ എൻ്റെ കരിയർ grow ചെയ്തു. And today, yeah, I'm very happy and proud to be in this position today. ഓക്കെ, വെരി ഗുഡ്. ഇത് ശരിക്കും നല്ലൊരു കാര്യം തന്നെ. കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും ഉള്ള കാര്യം വെച്ചാൽ, എന്നും നമ്മൾ സംസാരിക്കും ഇരിഞ്ഞാലെ കൂടെ ചെയ്യണമെന്നുള്ള പറയാറ്. അപ്പൊ ബട്ട് ഇറ്റ്സ് ഗുഡ്. അമ്മൂമ്മയും അമ്മയുടെയും ഒരു സാന്നിധ്യത്തില് ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന കാര്യം വെച്ചാൽ, ഒരു വുമൺ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ജോലി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇല്ല. എനിക്ക് നിങ്ങളുടെ ജനറേഷൻ ചിലപ്പോൾ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പക്ഷെ ഇപ്പോ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യണേക്ക് ആൾക്കാരാണ്. അപ്പോൾ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു കരിയറിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ജൂനിയർ ലെവലിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഡയറക്ടർ ലെവലിൽ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആൻഡ് ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട്? ആ ഒരു ടൈം ടു ടൈം പ്രൊമോഷനും ടൈം ടു ടൈം വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോയിട്ടുണ്ടാവും? Yeah, it was not very easy. എന്താ വെച്ചാൽ എൻ്റെ ഡൊമെയിൻ വന്ന് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആണ്. അപ്പം ഈ ഒരു ഡൊമെയിനിൽ ഏറ്റവും കൂടുതൽ മെയിൽ ആണ് ഉള്ളത്. ഫീമെയിൽസ് വളരെ കുറവ്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ കുറവ് വിമനെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ വെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വാസ് നോട്ട് സോ ഈസി, ബിക്കോസ് ഒന്ന് വന്നിട്ട് യു ഹാവ് ടു ലേൺ വാട്ട് ഇറ്റ് ഇസ്. ഞാൻ ജോയിൻ ചെയ്ത ഫെസിലിറ്റി മാനേജ്മെന്റ് ആ കോൺസെപ്റ്റ് അപ്പൊ വരുന്നേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ. ദാറ്റ് വാസ് ഐ എം ടോക്കിംഗ് അബൌട്ട് mid-90s അങ്ങനെ ആയപ്പോ. അപ്പോ ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് കോൾഡ് ആസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു. ഈ ഐ ടി ഇന്ത്യയിൽ വന്ന സമയത്താണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് കോൺസെപ്റ്റ് വരാൻ തുടങ്ങിയത്. അപ്പം അതിൽ ഞാൻ ഇറ്റ് വാസ് വെരി ന്യൂ. ജസ്റ്റ് ഐ വാസ് ഔട്ട് ഓഫ് മൈ കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത്. എൻ്റെ ആക്ച്വൽ ആംബിഷൻ വാസ് ടു ബിക്കം എ ലെക്ചറർ. I wanted to get into teaching profession. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ആ കാലത്ത് വന്ന് MPhil ചെയ്ത നമുക്ക് ലെക്ചറായിട്ട് ജോലി ചെയ്യും. ഡിഗ്രിക്കും ഞാൻ ഡിഗ്രി ഹോം സയൻസ് ചെയ്തത്. പിന്നെ ഞാൻ MSc ഹോം സയൻസ് ചെയ്തു. ആൻഡ് ദ വെരി സർപ്രൈസിങ് ഫാക്ടേഴ്സ്, ഞാൻ ഹോം സയൻസ് എടുത്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, നല്ലൊരു വീട്ടമ്മയാവാനാണോ MSc ചെയ്യുന്നത് ഹോം സയൻസിൽ നിന്ന്. But I was like, I didn't feel it is a wrong decision for me, because I somehow felt എല്ലാ ഫീൽഡിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. But yeah, my plan was to get into teaching profession in a college, not in school. അപ്പം MPhilന് പോണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു 4 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ എനിക്കിങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവിന്റെ മുഖാന്തരം ഒരു ഇൻഫാക്ട് ഐ സ്റ്റാർട്ടഡ് ഫ്രം വിപ്രോയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആസ് എ കൺസൾട്ടന്റ് ആയി ജോയിൻ. അപ്പം അവരവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയി ജോയിൻ ചെയ്തു. ജസ്റ്റ് ഫോർ 3-4 months ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ പോയത്. ബിക്കോസ് മൈ പ്ലാൻ ഇസ് ടു ഗോ ആൻഡ് പെർസ്യൂ MPhil. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞ ഉടനെ
എന്റെ ജോലി കണ്ടിട്ട് എന്റെ മാനേജർ എനിക്ക് ഇൻക്രിമെന്റ് തന്നു വിതിൻ 3 months. So that really gave me a real confidence, okay, I think I'm doing right thing and people are liking my job. അപ്പോ അവിടെ ഒരു 6 months നിൽക്കുമ്പോഴത്തേക്കാണ് ഇൻഫോസിസിന്ന് എനിക്ക് ഇങ്ങനെ കോൾ വന്നത്. അപ്പോ ദോസ് ഡേയ്സ് നമുക്ക് ഈ ലിങ്ക്ഡിനും നോക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ ദ പേപ്പർ. അപ്പൊ എവറി വെനസ്ഡേസ് ആണ് ഈ ഇന്റർവ്യൂ കുറെ അഡ്വർടൈസ്മെന്റ്സ് വരിക. അങ്ങനെ പേപ്പറിൽ ഈ അഡ്വർടൈസ്മെന്റ് വന്നു. ആൻഡ് ഇൻഫോസിസ് വാസ് എ ഡ്രീം കമ്പനി ഫോർ എവറിബഡി അറ്റ് ദാറ്റ് ടൈം, ആൻഡ് അവിടെ ഈ ഓപ്പണിംഗ് വന്നപ്പോൾ അപ്ലൈ ചെയ്തു. ഐ ഹാഡ് ടു ഗോ ത്രൂ എ ടെസ്റ്റ് ആൻഡ് 4 rounds ഓഫ് ഇന്റർവ്യൂ. അതെല്ലാം ക്ലിയർ ചെയ്യാൻ ഇൻഫാക്ട് ആ പൊസിഷൻ ഞാൻ അപ്ലൈ ചെയ്തത് they had asked for minimum 3 to 5 years experience, whereas I had only 6 months experience. അപ്പൊ in fact when I was applying also എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, like കിട്ടുമോന്ന്, because I am like very very less experienced candidate. പക്ഷെ I don't know what made them to choose me. I was able to break through all the interview സെഷൻസ് ആൻഡ് ഞാൻ അവിടെ എനിക്ക് ജോലി കിട്ടി എൻ്റെ ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്തു. സോ നൗ ഇറ്റ് ഈസ് ലൈക്ക് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനെയാണ് ആ റോളിന് എടുത്തത് അവര് ആക്ച്വലി ഉദ്ദേശിച്ചത്. ബട്ട് ഐ എം നോട്ട് സോ എക്സ്പീരിയൻസ്, സോ ഐ ഹാവ് ടു നൗ റിയലി സ്കെയിൽ അപ്പ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ഇസ് ഐ വാസ് വെരി ഡെഡിക്കേറ്റഡ്. അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. എന്ത് ജോലി എനിക്ക് തന്നാലും എത്ര സമയമായാലും ഞാൻ അത് ചെയ്തിട്ടേ ഞാൻ പോകുള്ളായിരുന്നു. So it was like a stretch. Sometimes എനിക്ക് 5:30 മണിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, 6-7 മണിയൊക്കെ ആവും. അപ്പൊ വീട്ടിലെത്തുമ്പോൾ 8-9 മണിയാവും. ആൻഡ് ഓഫീസ് വാസ് പ്രിറ്റി ഫാർ ഫ്രം ഹോം, ഓൾമോസ്റ്റ് 25 kilometers ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോ അത്രയും പക്ഷെ മൈ ഡെഡിക്കേഷൻ റിയലി ഒരു എന്റെ മാനേജറിന് വളരെ ഒരു കോൺഫിഡൻസ് കൊടുത്തു. ലൈക്ക് നിഷയോട് എന്തെങ്കിലും പണി കൊടുത്താൽ അവൾ അത് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്ലോലി അപ്പം ഞാൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തുടങ്ങി. എന്റെ ജോലി സ്റ്റാർട്ടഡ് ഗിവിംഗ് മീ മോർ വർക്ക് ആൻഡ് ഐ സ്റ്റാർട്ടഡ് സ്കെയിലിംഗ് അപ്പ് ഇൻ മൈ കരിയർ. അങ്ങനെ ഓരോരു 2-3 years ആകുമ്പോൾ ഒരു റോൾ ഇങ്ങനെ ജമ്പ് ആയിക്കൊണ്ടിരുന്നു. Infosys was growing like in 3 folds, massive campus around 80 acres and close to around 15,000 employees campus. By 10 years we reached there. So I spent 15 years there. 10 വർഷം ഞാൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തത്. അപ്പൊ ക്യാമ്പസ് ഗ്രോ ആവുന്ന തോറും I was also learning and growing along with that. It is not that I was getting stagnant. അപ്പം പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് വന്നു, പ്രോജക്ട് മാനേജ്മെന്റ്സും പിന്നെ അതേപോലെ കാഫിറ്റേരിയാസ് വേർ യു ഗോട്ട് ടു സീ മാനേജ് 2,000 employees at one place. അപ്പൊ അതിനുള്ള ഓപ്പറേഷൻ സെറ്റപ്പും കാര്യങ്ങളും. അപ്പം ദ ലേണിംഗ് വാസ് അമേസിംഗ്. അപ്പൊ ദാറ്റ് റിയലി ഹെൽപ് മീ എ ലോട്ട് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബേസ് ആൻഡ് ദാറ്റ്സ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വാട്ട് ഐ ഗോട്ട്. And I had very good managers and leaders with whom I worked. അവരും വളരെ മോട്ടിവേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം they were very very strict. ഇന്നത്തെ കാലത്ത് അവര് നമ്മളുടെ അടുത്ത് നിന്ന് ഉദ്ദേശിച്ച പോലെ നമ്മുടെ ഇപ്പത്തെ ആൾക്കാരോട് പറഞ്ഞ I don't think people will stay with us. There is a lot of difference in the work culture അപ്പത്തെയും ഇപ്പോഴത്തെയും കൂടി കമ്പയർ ചെയ്താ. But yeah, because of the dedication and ownership and responsibility that I had taken, I was able to grow. And അവിടെ ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ ഇൻഫ്യൂഷൻ ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ കല്യാണം കഴിച്ചപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ I don't want to work. വീട്ടിലിരിക്കണം, എനിക്ക് കുട്ടികളെ നോക്കണം, അങ്ങനെ ഒരു ഇതായിരുന്നു, മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, സി യു ആർ വർക്കിംഗ് ഇൻ എ വെരി ഗുഡ് കമ്പനി, നോട്ട് എവറിബഡി ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദിസ്, സോ യു തിങ്ക് ഇറ്റ് ഓവർ. നമ്മൾ രണ്ടാളും കൂടിയും ജോലി ചെയ്ത് വി ക്യാൻ സെറ്റിൽ ഇൻ എ ലൈഫ് ഫാസ്റ്റർ. പിന്നെ വേണമെങ്കിൽ യു വോണ്ട് ടു ടേക്ക് ഏർലി റിട്ടയർമെന്റ്, യു ക്യാൻ ഡു ദാറ്റ്. സോ ഐ സെഡ് ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അങ്ങനെ അവിടെ ജോലിയുടെ ഒപ്പം തന്നെ ഫാമിലിയും ഗ്രോ ആയി, കുട്ടികളുണ്ടായി. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നല്ല കാര്യം ചെയ്തെന്ന് എന്റെ അപ്പോഴത്തേക്കും അച്ഛൻ റിട്ടയർഡ് ആയി. അപ്പം പേരൻസിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു വീട് കെട്ടി. So that I have a support system. I knew എൻ്റെ job demands me to be in office for long.
ഓക്കെ സോ ഓക്കെ ഇപ്പം അത് കാരണം എനിക്ക് ഡെഫിനറ്റ്ലി ഐ നീഡ് എ വെരി സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ടു ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ. ഓക്കെ ഓക്കെ, സോ അങ്ങനെ അവരുടെ അടുത്തേക്ക് മാറി. അപ്പം പിന്നെ ഒരു ഫുൾ ടൈം കെയർ ടേക്കറിനെ വീട്ടിൽ വെച്ചിട്ട് ഓക്കെ അങ്ങനെയാണ് ഞാൻ 2 പിള്ളേരെയും വളർത്തിയത്. സോ രണ്ടാൾക്കും ഒരു മോനും ഒരു മോളും ആണുള്ളത്. അപ്പൊ രണ്ടുപേർക്കും വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് 3 years ഗ്യാപ്പേ ഉള്ളൂ. സോ ബോത്ത് ആർ ലൈക്ക് സ്മോൾ കിഡ്സ് ഫോർ മീ. ഓക്കെ അപ്പം അങ്ങനെ അവരും ഗ്രോ ആയി, ഞാനും അതിനനുസരിച്ച് എന്റെ ജോലിയിൽ ഞാൻ ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് വന്നത് ഞാൻ നോ പറഞ്ഞിട്ടില്ല. എന്ത് തന്നാലും ഐ യൂസ് ടു ടേക്ക് ഇറ്റ്. അപ്പൊ ബ്രേക്ക് എടുക്കാണ്ട് കുട്ടികൾ പ്രസവിക്കലും ബ്രേക്ക് എടുക്കാണ്ട്, സോ ദ ഓൺലി ബ്രേക്ക് ഐ ഹാവ് ടേക്കൺ ഇൻ ദ ലാസ്റ്റ് 28 years. ഇപ്പൊ ഞാൻ ലാസ്റ്റ് 28 years ഐ എം വർക്കിംഗ്. അതിൽ ഓൺലി ദ മെറ്റേണിറ്റി ലീവാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ കാലത്ത് നമുക്ക് 3 മാസേ ലീവ് കിട്ടുള്ളൂ ഒരു മെറ്റേണിറ്റിക്ക്. സോ ആ സമയത്തുള്ള ബ്രേക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അതില്ലാണ്ട് ഇതുവരെ ഒരു ബ്രേക്കും ഞാൻ അപ്പൊ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ഓഫീസിൽ പോയോ? ഓഫീസിലായിരുന്നു. ബിക്കോസ് ആസ് ഐ ടോൾഡ് യു, നമ്മൾ ഫെസിലിറ്റീസ് ടീമിൽ വി ഹാവ് ടു ബി ഓഫീസ്. നമുക്ക് റിമോട്ട് വർക്കിംഗ് പറ്റില്ല. ആൻഡ് ഇപ്പൊ ഈ ഹൈബ്രിഡും റിമോട്ടും ഒക്കെ വന്നത് കൂടുതലും ഈ കോവിഡ് കഴിഞ്ഞിട്ടാണ്. അതിന്റെ മുന്നിൽ സം കമ്പനീസ് വേ ദാറ്റ്, ബട്ട് നോട്ട് നമ്മുടെ ഒരു പ്രൊഫൈലിന് അത് പറ്റില്ലായിരുന്നു. സോ ഐ ഹാഡ് ടു ഗോ ഓൾ ഡേയ്സ് ടു ഓഫീസ്, ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സിൻസ് ഐ വാസ് വിത്ത് ഇൻഫോസിസ്, വി വേ ലൈക്ക് ബിൽഡിംഗ് ആഫ്റ്റർ ബിൽഡിംഗ്. എല്ലാ മാസവും ഞങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അപ്പം എവറി സാറ്റർഡേ സൺഡേ ഐ വർക്ക്ഡ് ഫോർ മോർ ദാൻ എ ഇയർ. ആൻഡ് ഐ യൂസ് ടു ടേക്ക് ഓഫ് ഓൺ എ വീക്ക് ഡേ. സോ വീക്കെൻഡ്സിലും ജോലിയുണ്ട്, വീക്ക് ഡേയില് അപ്പം മാത്രമാണ് ഞാൻ വീട്ടിൽ ഒരു ദിവസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ സ്റ്റിൽ ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. സോ ഒന്ന് വന്ന് ഐ വാസ് വെരി പാഷനേറ്റ് അബൌട്ട് മൈ വർക്ക്. ഐ തിങ്ക് ദാറ്റ് മെയ്ഡ് മീ ഗോയിങ്. പ്ലസ് it was giving me a good yield because എൻ്റെ company was recognizing my effort, so that motivated me. But at the same time, yes, I was missing my children. പക്ഷെ ഒരു ഇത് വന്നിട്ട് ഞാൻ നല്ല സപ്പോർട്ട് സിസ്റ്റം ഉള്ള കാരണം ഐ വാസ് ക്വൈറ്റ് ഫ്രീ അബൌട്ട് ലൈക്ക് they are in the safe hands എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ പല കുട്ടികൾക്കും ഈ സപ്പോർട്ട് സിസ്റ്റം ഒന്നാമത്തെ കാര്യം ഇത്തിരി കുറവായിരിക്കും. എന്നാലും പിന്നെ ഒരു ടെൻഷനാണ് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. അവർക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ്? എസ്പെഷ്യലി നമുക്ക് ഫസ്റ്റത്തെ കേസ് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി മാരേജ് കഴിയുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ പറ്റിപ്പോണ കാര്യം വെച്ചാൽ അവർ ഒരു സ്ഥലത്തായിരിക്കും വർക്ക് ചെയ്തത്, ചിലപ്പോൾ ഹസ്ബൻഡ് വേറെ സ്ഥലത്തായിരിക്കും. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ് പറയേണ്ടത്? ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ഓർ ടേക്ക് സം ടൈം ആൻഡ് സ്റ്റാർട്ട്? അതിന് എന്തായിരിക്കും ഒരു അഡ്വൈസ്? See, I would definitely advise people not to stop your career because of these things. It is a passing phase of your life. കുട്ടികൾ ഉണ്ടാവും, അവർ വളരും, എല്ലാം ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇൻഫോസിസിൽ ബാംഗ്ലൂരിൽ 10 years കഴിഞ്ഞ് ഐ ഹാഡ് ടു മൂവ് ടു ചെന്നൈ. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് വേറെ ഒരു ജോലി കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്രാൻസ്ഫർ എടുത്തു. ഇന്റേൺ ട്രാൻസ്ഫർ എടുത്ത് ഞാൻ ചെന്നൈ പോയി. അപ്പം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ന്യൂ സിറ്റി. ഇപ്പൊ ഇവിടെ എന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ല എനിക്ക്. ബിക്കോസ് എന്റെ പേരൻസ് ബാംഗ്ലൂരിലാണ്, ഹസ്ബൻഡിന്റെ പേരൻസ് നാട്ടിലാണ്. അപ്പൊ ഇവിടെ ഞാൻ പോയ സമയത്ത് കുറച്ചു കാലം അവര് വന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ഒക്കെ ചെയ്തു. ബട്ട് ദർ വാസ് എ ഫേസ് വേർ both the parents were not with us. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളെ പ്ലേ സ്കൂളിൽ വിട്ടു. സോ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഇപ്പം ആ കാലത്തെക്കാൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ക്യാമറയുണ്ട്, മൊബൈലിൽ യു ക്യാൻ മോണിറ്റർ. എന്റെ ഓഫീസിൽ തന്നെ എന്റെ കൊലീഗ്സ് ഇപ്പൊ കാണുന്നുണ്ട്, അവർക്കെല്ലാം മൊബൈലിൽ കാണാം. വീട്ടിൽ കുട്ടികൾ കെയർ ടേക്കറിന്റെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാം, പ്ലേ സ്കൂളിൽ ഉണ്ടെങ്കിലും അവർക്ക് മോണിറ്റർ ചെയ്യാം. സോ തിങ്സ് ആർ മച്ച് മോർ better now than നമ്മുടെ era നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ you have to find avenues, and I'm sure you will find it. So I would suggest you should not stop. So when I still continued. I did not stop because ഞാൻ വേറെ സിറ്റി പോയി എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞു. I found an alternate for that. ഇതെല്ലാരും നമ്മൾ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടെത്താന്നുള്ളൂ, അല്ലാതെ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ വന്ന് സഹായിക്കണം എന്നില്ല. അതെ.
എപ്പോഴും നമുക്ക് എല്ലാരും ഉണ്ടാവുന്നുണ്ടാവില്ല. There will be some phase of your life where you have to manage things on your own. ഇപ്പോൾ ഒരു കേസ് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു വിഷയം വെച്ചാൽ ചിലപ്പോൾ ഒരു സൊസൈറ്റിയിൽ പ്രഷർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗിൽട്ട് ഫീലിംഗ്. ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യത്തിൽ ഇവർക്ക് പോകാൻ താല്പര്യമുണ്ടാകും, പക്ഷേ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പോണ്ട എന്ന് പറയുന്നൊരു, ചിലപ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കില്ല പറയുന്നത്, പക്ഷേ സ്നേഹത്തോടെ പറയുന്നുണ്ടാവും ഇപ്പോൾ പോകണം. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും കുട്ടി 6 മാസമായിട്ടുള്ളൂ, അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ പ്രഷർ അല്ലെങ്കിൽ അവനവന് തോന്നുന്ന ഒരു ഗിൽട്ട് ഫീലിംഗ് ഉള്ള ടൈമിൽ ആ ഒരു സെറ്റ് ഓഫ് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കാണെങ്കിൽ എന്തായിരിക്കും അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ? അവർക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് വല്ല ഹോബീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലിരുന്നിട്ടും ഇപ്പൊ ചെയ്യാം. ഇപ്പം ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് നമുക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യണം. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ വെരി ഗുഡ് ഇൻ കുക്കിംഗ്, നമുക്ക് ഓൺലൈൻ കുക്കിംഗ് ക്ലാസ് തന്നെ എടുക്കാം. ആൻഡ് ദാറ്റ് ബ്രിങ്സ് യു ഇൻകം. അല്ല, ഇപ്പൊ വെർച്വൽ ഇത് വന്ന കാരണം ദർ ഇസ് സോ മെനി വേസ് യു ക്യാൻ ആക്ച്വലി ഏൺ യുവർ ഇൻകം. അപ്പം മേ ബി യു മേ നോട്ട് ഗ്രോ ഇൻ എ ഫാസ്റ്റ് പേസ്. ഇപ്പൊ നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന അത്രയും ഇൻകമോ അല്ല അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ലായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് അറ്റ് ഹോം. ദാറ്റ്സ് വാട്ട് മൈ അഡ്വൈസ് ഇസ്. അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, എന്റെ കുട്ടി 6 മാസമാണ്, അപ്പൊ ഞാൻ maybe for few hours can I go outside and work. You know, there are companies giving like hourly basis job, or hourly basis you can even do online work. അങ്ങനെ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യാണ്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെ. അല്ലെ, ഇപ്പൊ ഈവൻ വേറൊരു സെറ്റ് ഓഫ് ആളുകൾ ഒരു കാര്യം വെച്ചാൽ ചിലപ്പോൾ ഒരു ടൈമിൽ ബ്രേക്ക് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു 2-3 വർഷം ബ്രേക്ക് എടുക്കേണ്ടി വരും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പണ്ട് നമ്മളൊപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകൾ സീനിയർ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഹയറിംഗ് മാനേജേഴ്സിനും ഉള്ള ടെൻഷൻ വെച്ചാൽ അയ്യോ ഇവർ ബ്രേക്ക് എടുത്തിട്ട് അതിൻ്റെ പേരിൽ ഇവർ സ്കിൽ സെറ്റ് പോയി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിനാരിയോ അതൊരു ഷെല്ല് തന്നെയാണ്. ശരിക്കും അത് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും ഒരു കുഴപ്പം പറഞ്ഞു വെച്ചാൽ ബ്രേക്ക് എടുത്തു, ഇവൻ ചില ടൈമിൽ തിരിച്ചു വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ ജൂനിയേഴ്സാണ് നമ്മുടെ ചിലപ്പോൾ മാനേജറായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ പൊസിഷനിലിരിക്കുന്നത്. അപ്പോൾ അതൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു ബ്രേക്ക് ചെയ്യണതൊരു ബുദ്ധിമുട്ടാണ്. ആ ടൈപ്പ് ഓഫ്, എനിക്കറിയാം അത് നിശ്ചയിച്ച് അത് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുള്ളത്, പക്ഷെ എന്നാലും ആ ഒരു സിറ്റുവേഷനുള്ള ആളുകൾക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ്? എങ്ങനെ ബ്രിങ് ദാറ്റ് എനർജി ബാക്ക്? ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ ഐ ഹാവ് മൈ കൊളീഗ്സ് ഹു ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ദേ ഹാവ് കം ബാക്ക് ആൻഡ് ജോയിൻഡ് us also. So in fact companies are encouraging അങ്ങനെ mothers to return to work. There are a lot of companies who are encouraging that. അപ്പം ഞാൻ കണ്ടിട്ടതിൽ ശരിയാണ്, നമ്മൾ ബ്രേക്ക് എടുത്തു. ഇറ്റ് വാസ് എ കോൺഷ്യസ് ഡിസിഷൻ ദാറ്റ് വി ഹാവ് ടേക്കൺ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ കുട്ടികളായിരുന്നു, ഫാമിലി ആയിരുന്നു. അത് കാരണം നമ്മൾ ആ ബ്രേക്ക് എടുത്തു. So with anything that you're doing, there is a gain and there is a loss, right? അപ്പം ആ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന കാരണം I think you should not feel bad. Come back and then see from how you can actually develop from there. And ഇപ്പോഴത്തെ കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ they are very encouraging. മദേഴ്സ് തിരിച്ചു വന്നാലും അവർക്ക് എന്താ കൊടുക്കേണ്ടത്. ഇപ്പം ഐ തിങ്ക് ലോട്ട് ഓഫ് കോർപ്പറേറ്റ്സ് ആർ ലുക്കിംഗ് അറ്റ് എങ്ങനെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി ഇഫ് യു ആർ എ ഗുഡ് വർക്കർ ആൻഡ് യു ഹാവ് ഗോട്ട് എ വെരി ഗുഡ് records, they will be very happy to take you back. Correct. And you can prove from there. Maybe okay, oru 2-3 years you may be junior, but നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് upscale ചെയ്യാൻ പറ്റും. Things can again come back to normal. It might take a few years, but I'm sure, I'm very confident that you can definitely scale up to where you left. Yeah. ഇവൻ അടുത്തൊരു കാര്യം ചിലപ്പോൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു കാര്യമുണ്ട് നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ഈ കരിയറിൽ നമ്മൾ നിന്ന ടൈമിൽ? ആ ഒരു പൈസ മാനേജ് ചെയ്യുന്ന ഒരു സന്തോഷം അതെങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് പറയാമോ? പൈസ മാനേജ് ചെയ്യുന്ന ഓബ്വിയസ്ലി നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം പൈസയിൽ നമുക്ക് വി ഹാവ് ദ ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ ഓൺ വാട്ട് വി വോണ്ട് ടു ഡു, അല്ലെ? ഇപ്പൊ നമുക്ക് എല്ലാം ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ തിങ്ക് ദീസ് ഡേയ്സ് മെൻ ആർ ഓൾസോ പ്രിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദാറ്റ്.
because they also know അവരും ജോലിക്ക് പോകുന്നുണ്ട്, അവരും അവിടെ വിമൻ എംപ്ലോയീസിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്, ആൻഡ് they understand like what is the effort that women is also putting in the workplace. Because നമ്മൾ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ men and women എന്നുള്ള ഒരു ഡിഫറൻസ് ഇല്ല. സോ ആ ഇതിൽ നമ്മളിപ്പോ നമുക്ക് എന്ത് ഏർണിങ്സ് കിട്ടുന്നു അത് നമ്മള് ഞാൻ എന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ like the way I enjoy is I am a little shopaholic person. അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ സാധിക്കും. ലൈക്ക് ഇഫ് ഐ വോണ്ട് ടു ബൈ എ ഡ്രസ്, ഓർ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വെളിയിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഞാൻ സ്ഥലങ്ങൾ കാണാൻ പോകണം, അങ്ങനെ വാട്ട് എവർ ഐ വോണ്ട് ടു ഡു ഐ go ahead and do it. Okay. Yeah, so that is how I make my own decision, provided I also make sure ende oru savings part undavanam. Okay, yeah. ഇപ്പോൾ നമ്മുടെ ഒരു മണി മാനേജ്മെന്റിൽ, ആസ് എ ഫാമിലി ഫിനാൻസ് മാനേജ്മെന്റിൽ നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും കൂടി മാനേജ് ചെയ്യണത്? ആ ഒരു കേസ് പലപ്പോഴും ഇത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യുമ്പോൾ ടൈമിൽ ഇത് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിലി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഹൗ ഡു യു മാനേജ് യുവർ ഫാമിലി ഫിനാൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട്? So family finance, I think എല്ലാവർക്കും ആദ്യം അവരുടെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ സ്ട്രഗിൾ ഓൺലി. മോസ്റ്റ് ഓഫ് ദം, ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, അൺലെസ് യു ആർ വെരി വെൽ ഫൈനാൻഷ്യലി സപ്പോർട്ടഡ് ബൈ യുവർ പേരൻസ്, യുവർ ഫാമിലി. സോ ഇനിഷ്യലി ഞങ്ങൾക്കും ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു, ബിക്കോസ് സ്പെൻഡ് ഇസ് മോർ ദാൻ യുവർ സേവിങ്സ്. Because you're just starting your life. നമ്മൾ ഒരു വീട് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാവും, അതിന് ലോൺ എടുക്കും. പിന്നെ നമുക്ക് കാറ് വാങ്ങിക്കണം, കുട്ടികളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, കുറച്ച് ലീജർ ആക്ടിവിറ്റീസ് വേണം. അവരും കൊണ്ട് നമ്മൾ വി ഹാവ് ടു ടേക്ക് ദം ഔട്ട് ഓൺ വീക്കെൻഡ്സ്, വി ഹാവ് ടു ടേക്ക് ദം ഔട്ട് ഫോർ എ ട്രാവൽ. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഫോർ അസ് ഓൾസോ. ലൈക്ക് ഐ വുഡ് നോട്ട് സേ ഞങ്ങൾക്ക് കംപ്ലീറ്റ് സേവിങ്, ഞങ്ങൾക്ക് ഒരു വലിയ സേവിങ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മളുടെ ലോണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ബാക്കി വരുന്നതിലാണ് നമ്മൾ സേവ് ചെയ്യണം. അപ്പം ഇനീഷ്യൽ ഫേസിൽ ഞങ്ങൾക്ക് സേവിങ്സ് വളരെ കുറവായിരുന്നു. ഇഫ് ഐ വുഡ് സേ ലൈക്ക് ഓൺലി ജസ്റ്റ് 10% ഓഫ് അവർ ഇൻകം യൂസ് ടു ഗോ ഇൻ ടു എ സേവിങ്. പിന്നെ സ്ലോലി ഞങ്ങള് ആ സേവിംഗിൽ ഞങ്ങള് ബിൽഡ് ചെയ്ത് വന്നു. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് സേവിങ് ചെയ്തിട്ട് മാത്രം മതിയാവില്ല, യു മസ്റ്റ് ഇൻവെസ്റ്റ്. സോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് യു ക്യാൻ സീ യുവർ മണി മൾട്ടിപ്ലൈ. ഓക്കെ, സോ ഓൺലി സേവിങ് വിൽ നോട്ട് ഹെൽപ്പ് യു എന്ന് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അപ്പം നമ്മള് വി സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ്, ആൻഡ് ദാറ്റ് റിയലി ഗേവ് us എ ഗുഡ് yield. അങ്ങനെയാണ് ഞങ്ങളുടെ മണി ഫണ്ടിങ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, വെരി ഗുഡ്. ഈവൻ ഞാൻ ഒരു കാര്യം ഇപ്പോൾ നിശ്ചയിച്ചിട്ട് കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ കുറേ നാൾ നിന്നു, 15+ years. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് 3-4 years നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊമോഷനുകൾ കിട്ടി, ആൻഡ് യു റീച്ച് ദിസ് സീനിയർ ലെവൽ പൊസിഷൻ, റൈറ്റ്? അപ്പോൾ ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുത്തത്? പലപ്പോഴും നമ്മളൊരു സ്ഥലത്ത് കംഫർട്ടായി നിന്ന് കഴിയുമ്പോൾ പലവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ, ഓക്കെ എൻ്റെ ഫാമിലി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ തന്നെ പോരെ. പക്ഷേ യു നെവർ സ്റ്റോപ്പ് ദെയർ. അവിടെ നിന്ന് ഒരു കറേജ് എടുത്തിട്ട്, ഇതെല്ലാം നമ്മുടെ ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. അതിൻ്റെ പേരിലായിരിക്കും ഈ കരിയർ. ആ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? മൂവിങ് ദ കമ്പനി ആൻഡ് മൂവിങ് ദ ഡിഫറെൻറ്റ് റോൾസ്, എസ്പെഷ്യലി മൂവിങ് അപ്വേർഡ്സ്. നിഖിൽ പറഞ്ഞത് ശരിയാണ്. എല്ലാ സ്ത്രീകൾക്കും ഒരു കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദാറ്റ് ആൻഡ് കം ഔട്ട്. അപ്പൊ അതേപോലെ ഞാനും ഇൻഫോസിസിലായപ്പം ഐ വാസ് വെരി കംഫർട്ടബിൾ, ബിക്കോസ് നമ്മള് വളർന്നത് അവിടെ നിന്നാണ്. വി ഗ്രൂ ദെയർ ഇൻ അവർ കരിയർ, സോ യു ഹാവ് എ ഫേസ് വാല്യൂ, പീപ്പിൾ നോ വാട്ട് യു ആർ. സോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഇനി കൂടുതൽ ആവശ്യം വരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ആൻഡ് സീ വാട്ട് യു ക്യാൻ ലേൺ മോർ ആൻഡ് ഡെവലപ്പ് ഫ്രം ദർ. അപ്പോ ഞാൻ ഇൻഫീൽ 15 years അവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ, ലൈക്ക് 15 വർഷമായി, ലെറ്റ് മീ ലൈക്ക് സീ വാട്ട് ഇസ് ഔട്ട്സൈഡ് ഇൻഫോസിസ്, ബിക്കോസ് എൻ്റെ വേൾഡ് ഇസ് ഓൺലി ഇൻഫി. അപ്പൊ ലെറ്റ് മീ എക്സ്പ്ലോർ വാട്ട് ഇസ് ഔട്ട്സൈഡ് ഇൻഫോസിസ്, ആൻഡ് ദാറ്റ് റിയലി ഓപ്പൺ മൈ ഐസ്, ഐ മസ്റ്റ് സേ ദാറ്റ്. അപ്പോ വെൻ ഐ ഡിസൈഡഡ് ആൻഡ് ഐ ടോൾഡ് മൈ ഹസ്ബൻഡ്, എനിക്ക് ചെന്നൈ ഇസ് നോട്ട് എ പ്ലേസ് ഫോർ മീ ടു സെറ്റിൽ. I want to come back to Bangalore.
ഓക്കെ അപ്പോ കുട്ടികളെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ശരി എന്നാ യു സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട്, എന്തെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി വന്ന് യു ഗോ എന്നുള്ള ഒരു ഇതിൽ ഐ വിൽ ജോയിൻ യു ഓക്കെ സ്ലോലി, ജോയിൻ യു ബാക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു കംഫർട്ട് സോണിന് ആക്ച്വലി ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ജിയിൽ ജോയിൻ ചെയ്തത്. ആൻഡ് ജി വാസ് വെരി ഡിഫറെന്റ് ബിക്കോസ് കൾച്ചറലി വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഇൻഫോസിസ് ഇന്ത്യൻ കമ്പനി, ജി ഈസ് എ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ കൾച്ചറലി ഒരുപാട് ഞാൻ പഠിച്ചു. എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ നമ്മളൊരു ഫോറമിൽ ഇരുന്നാൽ അല്ലെ ഒരു ടീമിൽ ഇരുന്നാൽ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക, എങ്ങനെ അത് നേടിയെടുക്കുക. യു മേ നോ ദ ഡൊമൈൻ നോളജ്, പക്ഷെ ഈ കൾച്ചറൽ ആസ്പെക്ട്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത് ഞാൻ ജിയിൽ വന്നിട്ടാണ് പഠിച്ചത്. ആൻഡ് ദാൻ ഐ റിയലൈസ്ഡ്, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കാമല്ലേ, ഓക്കെ നമ്മൾ പഠിക്കും, ബട്ട് ദർ വിൽ ബി എ സാച്ചുറേഷൻ പോയിന്റ്. നമ്മൾ വെളിയിൽ പോകുമ്പോഴാണ് നമുക്ക് വേറെ ആസ്പെക്ട്സും കൂടി പഠിക്കാൻ പറ്റുക. അങ്ങനെ ജിയിൽ വന്നു. അവിടെ ഓൾമോസ്റ്റ് ഒരു 8 years ഐ വാസ് ദേർ. ആൻഡ് ഇറ്റ് വാസ് മോർ ഓഫ് ഹൊറിസോണ്ടൽ ഗ്രോത്ത്, വെർട്ടിക്കൽ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോ ദെൻ ഐ റിയലൈസ് ഇങ്ങനെ എനിക്ക് എത്ര കാലം, ബിക്കോസ് എവറി ടൈം ഇറ്റ്സ് ലൈക്ക് ക്യാമ്പസ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ലൈക്ക് ഒരു ക്യാമ്പസിൽ ഞാൻ നോക്കുന്നു. എനിക്കപ്പം മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു. ഹൗ വിൽ ദാറ്റ് ജേർണി ബി എന്ന്. സോ ഇറ്റ് ജസ്റ്റ് കെയിം ആസ് ആൻ ഓഫർ. എനിക്ക് യു ബി ഇങ്ങനെ ഒരു ഓഫർ വന്നു. ആൻഡ് ദാറ്റ് വാസ് എ പൊസിഷൻ ഫോർ ഹെഡ് ഓഫ് ഫെസിലിറ്റീസ്. ആൻഡ് ഇറ്റ് വാസ് എ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. സോ ഓൾ ദിസ് വൈൽ ഇറ്റ്സ് ലൈക്ക് ടെക്നോളജി സർവീസ് കമ്പനി അങ്ങനെയായിരുന്നു ഞാൻ. ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ഇറ്റ്സ് എ കംപ്ലീറ്റ് ചേഞ്ച് ബിക്കോസ് മാനുഫാക്ചറിങ് ഇറ്റ്സ് മോർ ഓഫ് മെയിൽ ദെയർ, ലേബർ ക്ലാസ് പീപ്പിൾ അങ്ങനെ. അതും 19 ഫാക്ടറീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അക്രോസ് ഇന്ത്യ. I had to manage that. And it was a very tough call that I took. And I went ahead as a challenge. In fact, I should really appreciate my husband, because husband വളരെ supportive ആയിരുന്നു ഇതിന്. He said, no, you can do it. You go ahead and take it and go ahead എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ യു ബി എടുത്തത്. ആൻഡ് യു ബി's journey taught me a lot. Because it's like typical, you have to be on the ground, on the floor, you know. പക്ഷെ എനിക്ക് ആ ഒരു കൾച്ചറൽ ആസ്പെക്ട് എനിക്ക് അത്ര അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഒരു US കമ്പനിന്ന് പിന്നെ ഒരു ഇന്ത്യൻ ഇതിൽ പോകുന്നു, അതും ഒരു മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ പോകുന്നു. അപ്പം അത് എനിക്ക്, ബട്ട് ഐ ഹാഡ് മൈ ഓൺ ലേണിംഗ്സ് ഫ്രം ദാറ്റ്. ആൻഡ് യു പി കാരണമാണ് എനിക്ക് ഇന്ന് ഈ ഒരു കമ്പനിയിൽ ഡയറക്ടറായിട്ട് കിട്ടിയത്. സോ ഐ കുഡ് ഹാവ് സ്റ്റോപ്ഡ് വിത്ത് യു ബി അവിടെ, ബിക്കോസ് ഐ ആം ഹെഡ് ഓഫ് ഫെസിലിറ്റീസ് മാനേജിംഗ് എൻറ്റയർ ഇന്ത്യ സൈറ്റ്, 19 factories and 22 sales offices. അവിടെ എനിക്ക് ഐ കുഡ് ഹാവ് ജസ്റ്റ് ബീൻ ദേർ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ആൻഡ് ഇറ്റ് വാസ് എ ടെക്നോളജി കമ്പനി. അപ്പൊ എനിക്ക് ഇറ്റ് വാസ് മൈ അഗെയിൻ പാഷൻ ടു ഗോ ആൻഡ് വർക്ക് ഇൻ സച്ച് എ പ്ലേസ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഈ പ്രസന്റ് കമ്പനിയിൽ വന്നു. ഇവിടെ വന്നപ്പം എഗെയിൻ ഇറ്റ് വാസ് ഐ ജോയിൻഡ് ആസ് എ ഇന്ത്യ സൈറ്റഡ്. ഒരു 1 year കഴിഞ്ഞപ്പം എഗെയിൻ ബിക്കോസ് ഓഫ് മൈ വർക്ക് and my dedication that they have seen, avarenike Asia Pacific and Japan thannu. It was just 6 months back I've got this expanded role. So now I manage 9 countries. Okay. Oh, beautiful. So that was what I would say is, you should never get into a comfort zone and you should keep exploring. See, challenges ഉണ്ടാവും. നമുക്ക് ചില കാര്യങ്ങൾ we may not be successful, ചില കാര്യങ്ങൾ നമ്മൾക്ക് നന്നായി പോകും. പക്ഷെ എല്ലാം ഒരു ലേണിംഗ് ആയിട്ടും ലെസൺ ആയിട്ടും എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ച് നമ്മൾ മുന്നോട്ട് വരാനാണ് നമ്മൾ നോക്കേണ്ടത്. That's what I believe. Yeah, and that's helped me. And it's very good. കാരണം വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും കാണുന്ന ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പറയുന്നില്ലേ. അതെ. അപ്പോൾ ഇവൻ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു കേസാണ്.
എങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് രണ്ടാമത് തുടങ്ങാമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എസ്പെഷ്യലി ചില ടൈമിൽ കരിയർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇനി രണ്ടാമത് എങ്ങനെ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോബ് ലോസ് ആയിട്ടുണ്ടാവും, ഇനി എങ്ങനെ രണ്ടാമത് തുടങ്ങാൻ പറ്റും, അവർക്ക് എന്തായിരിക്കും? ഇപ്പോൾ ഈ വർക്കിൽ യു ഹാവ് ടോൾഡ് അബൌട്ട് യുവർ അഡാപ്റ്റബിലിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ലേണിംഗ് സ്കിൽ, അപ്പോൾ ഈ അതേമാതിരി ഹാർഡ് വർക്കിംഗ്, അപ്പോൾ ഇത് എല്ലാവരും കൂടി നമ്മൾ കുറേ ലക്ക് ഫാക്ടറും ഉണ്ടാവും. പക്ഷെ ചില ടൈമിൽ ഇതെല്ലാം മിസ് ചെയ്തിട്ട് ചിലപ്പോൾ ജോബ് ലോസ് ആയിട്ടുണ്ടാവും, അല്ലാതെ കരിയർ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഹൗ ദേ ക്യാൻ റീസ്റ്റാർട്ട് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. ഞാൻ എൻ്റെ ഓഡിയൻസിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് സക്സസ് ആയിരിക്കും, ഒന്നുകൂടി സക്സസ് ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഒരു ന്യൂസ് കൊടുക്കാനുള്ളത്. See, I think ഒന്ന് വന്നിട്ട് നെറ്റ്വർക്കിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ വേൾഡിൽ. സോ നമ്മൾ ജോലി സ്റ്റോപ്പ് ചെയ്താലും യു മസ്റ്റ് ഫസ്റ്റ് സീ ദാറ്റ് വെദർ യു, എനിക്ക് അറിയുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. സോ നമ്മൾ ആ നെറ്റ്വർക്കിംഗ് കോൺടാക്ട്സ് നമ്മൾ യു ഷുഡ് സ്റ്റിൽ കണ്ടിന്യൂ ഇസ് വാട്ട് ഐ ഫീൽ, ഈവൻ യു സ്റ്റോപ്പ് വർക്കിംഗ് for whatever reason. Appam that will help you, and plus there are many platforms now. Ipo namukku etra avenues undu namukku jolikku apply cheyan vendittu. Appam adil nokka, when you are ready for work, then you start applying for it, and maybe sometimes you may not get what you want, but start with whatever you get. Okay. And from there you build, because see, once you start, then you will get that confidence. Okay, I can do it. പക്ഷെ നമുക്ക് ഇന്ന തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം, നമുക്ക് എല്ലാം 100% ആയിട്ട് കിട്ടാൻ പറ്റില്ല, അല്ലെ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, ബിക്കോസ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തതാണ്. ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ വാട്ട് കംസ് യുവർ വേ, യു ടേക്ക് ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് മീറ്റിംഗ്, ലൈക്ക് യു വിൽ ഹാവ് യുവർ ഓൺ ചെക്ക് ലിസ്റ്റ്, അല്ലെ? എനിക്ക് ഇന്നത് വേണം, ആ ചെക്ക് ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 60% ഇഫ് ഇറ്റ് ഈസ് മീറ്റിംഗ് യുവർ റിക്വയർമെന്റ്, ഐ തിങ്ക് യു ഷുഡ് ഗോ ഹെഡ് വിത്ത് ദാറ്റ്. And then with that, then you start building up. Okay, very good. And another thing, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വർത്തമാനമൊക്കെ പറയുമ്പോൾ കൂടുതലും ഇപ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വർക്ക് മാത്രം നിൽക്കണം എന്നുള്ള മട്ടായിരിക്കും പിന്നെ നിശ്ചയത്തിനെ പറ്റിയുള്ളൊരു എക്സ്പെക്ടേഷൻ ചിലപ്പോൾ കിട്ടിയേക്കുന്നത്. പക്ഷേ ഐ തിങ്ക് നമ്മുടെ ഒരു ഹോബി ആസ്പയർ ചെയ്യണത്, അതേമാതിരി നിങ്ങളുടെ ട്രാവലും അത്തരം കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഹൗ യു എൻജോയ് യുവർ ലൈഫ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐ തിങ്ക് വി ക്യാൻ എൻഡ് ദ ടോക്ക്. ട്രാവലും കാര്യങ്ങളൊക്കെ. സോ ട്രാവൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വി ബോത്ത് ലൈക്ക് ടു ട്രാവൽ. സോ ഈവൻ like from the time we got married, ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ആസ്ക് മീ നൗ ഐ ഹാവ് ലൈക്ക് ഓൾമോസ്റ്റ് ട്രാവൽ ടു 18 countries. 18 countries I have traveled. So it has been എപ്പോഴും ഞങ്ങൾക്ക് ഒരു ആസ്പിറേഷൻ ആണ് ട്രാവൽ ചെയ്യണം. ഇപ്പൊ റിട്ടയർഡ് ആയാലും ട്രാവൽ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. സോ ഇപ്പോഴത്തെ ജോലിയിൽ എന്ന് പറഞ്ഞാൽ യെസ്, ഇറ്റ്സ് എ വെരി റെസ്പോൺസിബിൾ ജോബ്, ബട്ട് ഐ ഓൾസോ എൻജോയ് ദിസ് ബിക്കോസ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഐ ഹാവ് ടു ട്രാവൽ because I have 9 countries. So that also, ende passionum adil ende hobby, as a part of hobby also I'm able to fulfill that. So pinne enikku flexibility ഉണ്ട്. Like ഞങ്ങളുടെ കമ്പനി വന്നിട്ട് റിമോട്ട് ആണ്. In fact, employees are mostly working from home. So I do have that flexibility of in office le varanam, in office le varanda. Pinne leave aanengilum we have the flexibility to plan our leave and take. So ippatha kaalathil njan parayanengil kuttiyal is like almost they are on their own. മോനാണെങ്കിൽ ലോന് ഫൈനൽ ഇയർ പഠിക്കുന്നു, മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പം അവർക്ക് നമ്മുടെ ആവശ്യം ഇപ്പം കൂടുതൽ വേണ്ട. ദേ നീഡ് ഓൺലി ലൈക്ക് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മതി. സോ ദാറ്റ് ഗിവ്സ് us a little more time for ourselves. അപ്പം ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ എന്റെ ഇഷ്ടങ്ങൾ എന്താ വേണ്ട, സെൽഫ് കെയർ. Like what I want to do, I want to meet friends, I want to go around with my friends, or sometimes ഞങ്ങൾക്ക് ഒരു സ്ലീപ്പ് ഓവർ ഉണ്ടാവും ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടില്. അങ്ങനെ പിന്നെ ചിലപ്പം ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യും, ചിലപ്പം ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യും കുട്ടികളും കൊണ്ട്.
അങ്ങനെ. സോ ഇറ്റ് ഈസ് ഗിവിംഗ് മീ മച്ച് മോർ ഒരു ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കിയാൽ. തോ മൈ പൊസിഷൻ ഇസ് വെരി സീനിയർ, ബട്ട് ഐ എം ഏബിൾ ടു ബാലൻസ് ഇറ്റ് ഔട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഐ തിങ്ക് താങ്ക് യു സോ മച്ച്. ഈ ഒരു ഡിസ്കഷൻ നമ്മുടെ ഓഡിയൻസിന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. കാരണം അവർക്കും മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഫാമിലി മാനേജ് ചെയ്യണം, വർക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, സെയിം ടൈം നമ്മുടെ ഹോബിയും നമ്മുടെ ഒരു പ്ലഷറൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. എന്തായിരിക്കും ഒരു ഫൈനൽ മെസ്സേജ് വി കെ ബിഫോർ വി എൻഡ് ദാറ്റ്? The final message for the women out here would be like, be financially independent. Ada inde oru strong message aayirikkum, because that makes you more stable, gives you more confidence, and it also gives you a life security. So financially independent avadam, financially disciplined avadam, and don't get into your comfort zone and start saving at an early age. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യാനും ലൈഫ് എൻജോയ് ചെയ്യാനും ഫിനാൻഷ്യലി സെക്യൂർ ആവാനായിട്ട് ഈ ഒരു ടോക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ, അല്ലേ? അപ്പോൾ എനിക്ക് താങ്ക് യു സോ മച്ച് ഈ സമയം നമുക്ക് വേണ്ടി തന്നതിനും ഈ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്തതിനും. താങ്ക് യു. Thank you, Nikhil. It's nice talking to you. Thank you.